Hi friends, this is Pradap. We will look at the Galaxy M30 phone in the initial impression. Or unboxing initial impression about the video. How is this phone? What is the setup in the video? This video is a product. We subscriber friend Mahesh. തൃശ്ശൂർകാരൻ തന്നെയാണ് പക്ഷേ അദ്ദേഹം ജോലി ചെയ്യുന്നത് മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴയിൽ അദ്ദേഹം ഈ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തൃശ്ശൂർക്ക് അദ്ദേഹം വരികയായിരുന്നു. അങ്ങനെ വന്ന് നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷനും ക്യാമറ സാമ്പിൾസും അതേപോലെ Redmi Note 7 Proയുമായിട്ടുള്ള ക്യാമറ കമ്പാരിസന് വേണ്ടുന്ന സാമ്പിൾസും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. എന്തായാലും ഈ വീഡിയോ നമ്മുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് സമയോട്ടം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ തന്നെ അതിന് മുൻപ് നമ്മുടെ മഹേഷിന് ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ Galaxy M30 ഒരു ബോക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ റിയർ സൈഡിൽ എന്തൊക്കെയോ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ, ട്രിപ്പിൾ ക്യാമറ, 5000 mAh ബാറ്ററി, Galaxy M30 64GB. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല ഡിസ്പ്ലേയും കാര്യങ്ങൾ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 13+5+5 അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒന്ന് വൈഡ് ആംഗിൾ ക്യാമറയാണ്. 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയുണ്ട്. 5000 mAh ബാറ്ററി വിത്ത് ഫാസ്റ്റ് ചാർജിങ്. 1.8 GHz ക്ലോക്ക് സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്നത് 4GB RAM വേരിയൻ്റ് ആണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ 512GB വരെ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്കിനി ബോക്സിനകത്ത് വരുന്ന കണ്ടൻസ് ആദ്യം എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഫോണിലേക്ക് വരാം. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് അഡാപ്റ്ററാണ്. 9 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് Galaxy M30. അപ്പോൾ ഇതൊരു നല്ല ഡിവൈസാണ്. നമുക്ക് ഓൾറെഡി അറിയാം Galaxy M20ലും ഇതേപോലെ ഫാസ്റ്റ് ചാർജർ ഉണ്ടായിരുന്നു. ഇതിനകത്തും ഫാസ്റ്റ് ചാർജർ ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മാത്രമല്ല ചാർജർ വരുന്നെന്നുള്ളതും ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണ്. ഇത് കേബിളാണ്, നമുക്ക് അറിയാവുന്നതൊരു ടൈപ്പ് സി കേബിളാണ് അതിൻ്റെ ഒപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ 10000 രൂപയ്ക്ക് സാംസങ് തരുന്ന, അപ്പോൾ അല്ലെങ്കിൽ M20 ആണെങ്കിൽ തന്നെയും ടൈപ്പ് സി കേബിൾ അടക്കമാണ് അവർ ഈ ഡിവൈസ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. നമുക്ക് ഇതിൻ്റെ ഒപ്പം കേസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫോണിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഗ്രേഡിയൻറ്റ്, അതായത് 2 ടോൺ കളറാണ്. ബ്ലൂന്ന് ബ്ലാക്കിലേക്ക് വരുന്ന ഒരു പ്രത്യേകതരം കളറാണ്. നല്ല സ്റ്റൈലിഷായ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ M20 പോലെ അങ്ങനെ ഒരു ഡള്ളായ ഒരു ഡിസൈൻ അല്ല. M20 നിങ്ങൾക്ക് കൂടെ കാണാം, അത്ര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അതിനേക്കാൾ കുറേ ബെറ്റർ ആയ ഒരു ഡിസൈനാണ് നമുക്ക് Galaxy M30ലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. കുറച്ച് സ്റ്റൈലിഷ് ആയ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ M30യിൽ നമുക്കിവിടെ കാണാം. നല്ലൊരു 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഫ്രണ്ട് സൈഡിൽ കിട്ടുന്നുണ്ട്. റിയർ സൈഡിലേക്ക് വരുമ്പോൾ നല്ലൊരു ഗ്രേഡിയൻ കളറൊക്കെ കൊടുത്ത് നല്ല സ്റ്റൈലിഷായ ഒരു സംഭവം നമുക്കിവിടെ M30യിൽ കിട്ടും. നമുക്ക് ഈ ഒരു M30യുടെ ഒരു ഓവർവ്യൂ ഒന്ന് നോക്കാം. മുകളിൽ എങ്ങനെയൊക്കെയാണ്. ടോപ്പിൽ നമുക്ക് കിട്ടുന്നത് നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആ ഭാഗത്ത്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വോളിയം റോക്കേഴ്സ് കാണാം, അതേപോലെ പവർ ബട്ടണും കാണാം. താഴെയാണെങ്കിൽ ടൈപ്പ് സി പോർട്ട് ഉണ്ട്, 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, സ്പീക്കർ ഗ്രേറ്റ്. ഇത്രയുമാണ് നമുക്ക് താഴെ കാണാവുന്ന കുറച്ച് സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് സിം ട്രേ ആണ്. സിം ട്രേ നമുക്കറിയാം, അതിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണല്ലോ. നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നോക്കാം അതിനകത്ത് ഏതൊക്കെയാണ്, ട്രിപ്പിൾ കാർഡ് ഉണ്ടോ ഹൈബ്രിഡ് ആണോ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് കാണാം ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ്. 2 നാനോ സിമ്മും ഒരു SD കാർഡും, അങ്ങനെ 3ഉം ഒരേ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് Galaxy M30യുടെ സിം ട്രേയുടെ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതും നല്ലൊരു വിഷയം തന്നെയാണ്. ഈ ഒരു റേഞ്ചിൽ പൊതുവെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നല്ലൊരു ഗ്രേഡിയൻ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന നല്ലൊരു ഫോണായിട്ടാണ് Galaxy M30 നമ്മുടെ മുമ്പിലെത്തുന്നത്. ഡിവൈസ് ബൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാനതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസ് ഒന്ന് കാണിച്ചു തരാം. Galaxy M30 4GB RAM 64GB വേരിയൻറ്റിന് 14,990 രൂപയാണ് പ്രൈസ് വരുന്നത്. 6.45 ഫുൾ HD സാംസങ്ങിൻ്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ്. ഫ്രണ്ടിൽ 16 മെഗാപിക്സൽ ക്യാമറയുണ്ട്. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ്. 13 മെഗാപിക്സൽ മെയിൻ ക്യാമറ f1.9 ആപ്പച്ചറിലാണ്. 5 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. 5 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. Exynos 7904 ആണ് പ്രോസസ്സർ. 1.8 GHz ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്നു. RAM 4GB RAM ഉണ്ട്, അതേപോലെ 6GB RAM ഉണ്ട്. സ്റ്റോറേജ് 64GBയും 128GBയും വരുന്നു. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നു. 5000 mAh ബാറ്ററി വിത്ത് ഫാസ്റ്റ് ചാർജിങ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസ്. വളരെ സ്റ്റൈലിഷായ ഒരു ഫ്രണ്ട് സൈഡാണ്. 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉള്ള ഒരു ഫ്രണ്ട് സൈഡാണ് നമുക്ക് കിട്ടുന്നത്. സാംസങ്ങിൻ്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. ഡയറക്റ്റ് സൺലൈറ്റിലാണ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത്. സൺലൈറ്റ് വിസിബിലിറ്റി ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം കണ്ട് തന്നെ മനസ്സിലാക്കുക. സാർ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാം. 0.409 എന്ന് പറയുന്ന നല്ലൊരു സാർ വാല്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് വെർഷൻ 8.1 ഓറിയോ ആണ് നമുക്ക് കാണുന്നത്. അതേപോലെ എക്സ്പീരിയൻസ് UI നമുക്ക് കിട്ടുന്നത് 9.5 ആണ്. അതേപോലെ നമുക്ക് ഇതിനകത്ത് വരുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ഫെബ്രുവരിയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയ ഏറ്റവും അടുത്ത് തന്നെയുള്ള സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻസൈഡുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്.
അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നല്ല ഒരു ഡിവൈസാണ് ഇവിടെ ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. ഗ്ലാസ് ഡിസൈൻ അല്ല, പ്ലാസ്റ്റിക് ആണ്, പോളികാർബണേറ്റ് ആണ്, അതിന് ഗ്ലാസി അല്ലെങ്കിൽ ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു ചിഹ്നം അതേപോലെ യു നോച്ചൊക്കെ ആയിട്ട് ഇൻഫിനിറ്റി യു നോച്ചൊക്കെ ആയിട്ട് നല്ലൊരു ഡിസൈൻ നമുക്ക് ഫ്രണ്ടിലും കിട്ടുന്നുണ്ട്. ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ എന്നാണ് സാംസങ് ഇതിനെ വിളിക്കുന്നത്. റിയർ സൈഡിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാണാം, LED ഫ്ലാഷും അതേപോലെ സാംസങ് എന്ന ബ്രാൻഡിങ്ങും കാണാം. ഫിംഗർ പ്രിന്റ് സെൻസർ നോക്കുന്നതിന് ഒരു പ്രധാന കാരണം M20 ഇത്തിരി സ്ലോ ആയിരുന്നു. ഇവിടെയും അതുപോലെ സ്വല്പം സ്ലോ തന്നെയാണ്, അത്ര ഒരു ഫാസ്റ്റായ ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ അല്ല അത് കാണുന്നത്. എങ്കിലും തിരക്കേടില്ല, അത്രയും ലാഗും കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ സ്ലോ ഉള്ളൊരു ഫിംഗർ പ്രിന്റ് സെൻസർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഫേസ് അൺലോക്കിൻ്റെ കാര്യം കൂടി നമുക്ക് നോക്കണം, എത്രത്തോളം ഫാസ്റ്റ് ആണെന്നുള്ള കാര്യം. നമ്മുടെ M20 കണ്ടപ്പോൾ തന്നെ ചെറിയൊരു ആനിമേഷൻ ആ യൂനോച്ചിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഫേസ് അൺലോക്ക്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാൻ്റ് തന്നെ അത് ഓപ്പൺ ആവുന്നുണ്ട്, അത്ര ലാഗും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫാസ്റ്റായ ഒരു ഫേസ് അൺലോക്കും ഓക്കെ എന്ന് പറയാവുന്ന തിരക്കേടില്ലാത്തൊരു ഫിംഗർ പ്രിന്റ് സെൻസറും മൊത്തത്തിൽ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന നല്ലൊരു സെറ്റപ്പായിട്ടാണ് ഗാലക്സി M30 കുറിച്ച് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ക്യാമറയുടെ കാര്യത്തിലേക്ക് വരാം. നിങ്ങളിവിടെ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ക്യാമറ ഇൻ്റർഫേസ്. സാംസങ്ങിൻ്റെ സാധാരണ കാണുന്ന ആ ഒരു ക്യാമറ ഇൻ്റർഫേസ് തന്നെയാണ്. ലൈവ് ഫോക്കസ്, സെൽഫി, സ്റ്റിക്കേഴ്സ്, ഇങ്ങനെ 2-3 ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ കാണുന്നത്. HDR ഓൺ ആണ് നമുക്കിവിടെ കാണാം. ഇതിൻ്റെ ഒരു സൈസ്, നമുക്ക് വീഡിയോയുടെ സൈസ്, അതായത് 4K ഒക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ സൈസ് നമുക്ക് ഇവിടെ കാണാം. ഇതിനകത്ത് ഫുൾ HD, നമുക്ക് 4K ഒന്നും കിട്ടുന്നില്ല, ഫുൾ HD തന്നെയാണ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നോക്കിയാൽ 4K സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസിൽ പല ഫോണുകളും 4K ഉണ്ട്, പക്ഷേ 4K ഇല്ലാത്തത് ഒരിക്കലും ഒരു മൈനസ് പോയിന്റ് അല്ല, 4K ഉള്ളത് തീർച്ചയായിട്ടും ഒരു പ്ലസ് പോയിന്റ് ആണ് താൻ. അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെയാണ്, 4K സപ്പോർട്ട് ചെയ്യുന്നില്ല, സ്ലോ മോഷൻ വരുന്നില്ല. പക്ഷേ റിയർ സൈഡിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറയിൽ വൈഡ് ആംഗിൾ ക്യാമറയും അതേപോലെ നോർമൽ ക്യാമറയുണ്ട്. അപ്പോൾ വൈഡ് ആംഗിൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വൈഡ് ഏരിയ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പ്. മൊത്തത്തിൽ നമുക്ക് ഇതിനകത്ത് സ്റ്റെബിലൈസേഷൻ അതേപോലെ തന്നെ 4K സ്ലോ മോഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. അതല്ലാതെ അതൊഴികെയുള്ള ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വീഡിയോ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. സെൽഫിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫേസ് ഫാസ്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാം. സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു സാമ്പിൾ നോക്കിയാൽ ഓക്കെ, തിരക്കേടില്ലാത്ത നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഗാലക്സി M30 ക്യാമറ സാമ്പിൾസ് ആണ് നിങ്ങൾ കാണുന്നത്. റിയർ ക്യാമറ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് ആണ്. സൂം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ക്വാളിറ്റി തന്നെ ആ ക്യാമറ നമുക്ക് തരുന്നുണ്ട്. ഒപ്പം തന്നെ പറയാണ്, ഇദ്ദേഹമാണ് നമ്മുടെ മഹേഷ്. 1-2 സാമ്പിളുകൾ കൂടി നമുക്ക് കാണാം. ഇത്തിരി ലോങ് ആയിട്ടൊന്നും എടുത്തിരിക്കുകയാണ്. ഈ ഒരു ഫോട്ടോയും നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സൂം ചെയ്യുമ്പോഴും അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ക്യാമറ സെറ്റപ്പ്, റിയർ സൈഡിൽ തിരക്കേടില്ലാത്ത നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഈ ഫോണിനുണ്ട്. അപ്പോൾ ഒരു ക്യാമറ ഫോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫോൺ എടുക്കണമെങ്കിലും ഗാലക്സി M30 തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാം. അങ്ങനെ പറയാൻ കാരണം സെൽഫി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് M20 അത്ര ഒരു നല്ല ഇംപ്രഷൻ ആയിരുന്നില്ല, കാരണം അത് 8 മെഗാ ഉള്ളൂ എന്നുള്ളതൊരു പ്രശ്നമായിരുന്നു. പിന്നെ എഡ്ജ് ഡിറ്റക്ഷൻ ഒന്നും അത്ര പോരായിരുന്നു. പക്ഷേ ഇവിടെ ഫാർ ബെറ്റർ ആണ് കാര്യങ്ങൾ. സൂം ചെയ്യുമ്പോഴും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു പോർട്രേറ്റ് മോഡൊക്കെ എടുക്കാൻ നമുക്ക് ഇത് സാധിക്കും. അതേപോലെ തന്നെ ബോക്കെ ഇഫക്റ്റ് കൊടുക്കുമ്പോഴും എഡ്ജൊക്കെ M20 ഫാർ ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ക്യാമറ, സെൽഫി ക്യാമറ ആയാലും റിയർ ക്യാമറ ആയാലും നല്ലൊരു ക്യാമറ സെറ്റപ്പ് നമുക്ക് ഈ ഗാലക്സി M30 കിട്ടുന്നുണ്ട്. ഓൾറെഡി സിസ്റ്റം നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ്. അവിടെ നമുക്ക് ക്യാമറ മാത്രമായിരുന്നു ഒരു പോരായ്മയായിട്ട് തോന്നിയത്. ഇവിടെ ക്യാമറയും നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫുൾ സ്ക്രീൻ കൊടുത്തിരിക്കുകയാണ്. ഞാൻ ആ ഫുൾ സ്ക്രീനിൻ്റെ ഒരു കാര്യമാണ് നിങ്ങളോട് കാണുന്നത്. ഇനി കാണുന്നൊരു വീഡിയോ സാമ്പിളാണ്, ഒരു നോർമൽ വീഡിയോ സാമ്പിളാണ്. സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അത് ഒഴിവാക്കി നോക്കിയാൽ നല്ല ക്വാളിറ്റിയുള്ളൊരു വീഡിയോ റെക്കോർഡിംഗ് ആണ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാലക്സി M30 ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നൊരു വീഡിയോ. നമുക്ക് നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ, തിരക്കേടില്ലാത്ത നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് സാംസങ് ഈ ഒരു ഫോണിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്നൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. നല്ലൊരു സ്റ്റൈലിഷ് ആയ ഒരു ഡിവൈസ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഷീറ്റും നമ്മൾ കണ്ടു, സർവാല്യൂ കൊണ്ട് മൊത്തത്തിൽ നല്ലൊരു ഡിവൈസ് ആണ്. ക്യാമറ സാമ്പിൾസ് ഒക്കെ നല്ല ഇംപ്രസീവായ സാമ്പിൾസ് തന്നെയാണ് കിട്ടിയത്. മൊത്തത്തിൽ നല്ലൊരു ഫോണായിട്ട് തന്നെയാണ് M30 തോന്നുന്നത്. എന്തായാലും ക്യാമറ റിവ്യൂ, ഡെഡിക്കേറ്റഡ് ക്യാമറ റിവ്യൂ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടം വരെ വന്ന് 4-5 മണിക്കൂറോളം ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് 4-5 മണിക്കൂറോളം നമ്മുടെ ഒപ്പം നിന്ന് സഹകരിച്ച മഹേഷിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.